നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. തിരുവങ്ങാട്ട് പെരുമാളിൻ്റെ ആവിൽ നിവേദ്യത്തിലേക്ക്. കഥ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അതും സ്വന്തം നാടിനെ പറ്റിയുള്ള കഥയാകുമ്പോൾ അതിനെക്കുറിച്ച് കൂടെ ഇമ്പം ഉണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ കഥ കേൾക്കാൻ കൂടെ ഉണ്ട് എങ്കിൽ കഥ പറയാൻ എനിക്കിഷ്ടമാണ്. നമുക്ക് തിരുവങ്ങാട് പെരുമാളിൻ്റെ അവിൽ നിവേദ്യത്തിൻ്റെ മധുരം അറിയാൻ, പായസത്തിൻ്റെ രുചി അറിയാൻ ഒന്ന് തിരുവങ്ങാട്ട് അമ്പലത്തിലേക്ക് പോവാം. തിരുവങ്ങാടിനെ പറ്റിയിട്ട് പറയുമ്പോൾ എൻ്റെ ഓർമ്മകൾ ആരംഭിക്കുന്നത് അച്ഛമ്മയുടെ കയ്യും പിടിച്ച് തിരുവങ്ങാട്ട് അമ്പലത്തിലേക്ക് പോയതാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തിരുവങ്ങാട്ട് പെരുമാളിൻ്റെ അവിൽ നിവേദ്യമാണ്. ഞങ്ങൾ ഇന്നലെ ട്രൗസറും പായിരുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ്. അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ ഈ അവിൽ നിവേദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയിൽ കുത്തിവെച്ചിരിക്കുന്ന വാഴയിലെ കുമ്പിളിലാണ് അവിൽ നിവേദ്യം തരിക. അവിലും മധുരവും അതിൻ്റെ കൂടെ വാഴപ്പഴം മുറിച്ചിട്ടതും കാണാൻ തന്നെ ഒരു കൊതി തോന്നിപ്പോകുന്ന തരത്തിലുള്ള അവിൽ നിവേദ്യം. ഈ അവിൽ നിവേദ്യം അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ കഴിച്ചു തീർത്തിട്ടാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. ഒരു കഥ കേൾക്കാനുള്ള മൂടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ പോകും. നേരെ പോകുന്നത് തിരുവങ്ങാട്ട് പെരുമാളിൻ്റെ സന്നിധിയിലേക്കാണ്. അപ്പോൾ ഒരു 3-4 വഴികളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ. എന്നാലും നമ്മൾ ഇന്ന് പോകുന്നത് മുൻവശത്തുകൂടെ തന്നെയാണ്. മുൻവശത്തുകൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവങ്ങാട് വലിയ ക്ഷേത്രക്കുളത്തിൻ്റെ അരികിലൂടെ നടന്ന് കൽപ്പടവുകളിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാലും മൂക്കും കൈയൊക്കെ കഴുകിയിട്ട് വേണം തിരുവങ്ങാട്ടപ്പൻ്റെ സന്നിധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അംഗശുദ്ധി വരുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മനസ്സിനും കൂടെ ശുദ്ധി ഉണ്ടാവട്ടെ. കാമ, ക്രോധ, ലോഭ, മത, മോഹ മത്സരാധികളൊക്കെ കാല് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ കഴുകി കളഞ്ഞിട്ടാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത്. കാരണം മോക്ഷത്തിന് ശ്രീരാമ ഭഗവാനെ ചെന്ന് കാണുമ്പോൾ, മോക്ഷത്തിന് അപേക്ഷിക്കുമ്പോൾ ഈ ഷഡ്വൈരികളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല. കാമവും ക്രോധവും മോഹവും മതവും മാത്സര്യവും ഒക്കെയാണ് മോക്ഷപ്രാപ്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ഷേത്രക്കുളത്തിലേക്ക് തന്നെ കഴുകി കളഞ്ഞിട്ട് വരിക. കലമുഖവും എല്ലാവരും കഴിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഓരോന്നായി ചവിട്ടി മുന്നോട്ട് ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഇടതുഭാഗത്തായിട്ട് നമ്മുടെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. നമ്മളൊരു യാത്രയിലാണ്. യാത്ര പുറപ്പെടുന്നത് കൊണ്ട് യാത്രയിൽ വിഘ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഘ്നേശ്വരനെ ആദ്യമായിട്ട് നമിച്ചിട്ട് തൊഴുതിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാം. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭം നിർവിഘ്ന കുരുമേ ദേവ സർവകാര്യേഷു സമൃദ്ധ. നമ്മുടെ പുറപ്പെട്ടിരിക്കുന്ന യാത്രയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വിഘ്നേശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പിന്നെയും പടവുകൾ ചവിട്ടി പോവാണ്. ചെങ്കല്ല് കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പടവുകൾ ഓരോന്ന് ചവിട്ടി പോകുമ്പോൾ മുന്നിൽ തെളിയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വലിയ ഒരു ആനക്കുട്ടിലാണ്. 6 ആനകളെ നിർത്തി പ്രദക്ഷിണം ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള വലിയ ആനക്കുട്ടിലുകൾ പോലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അധികം ഇല്ല എന്നാണ് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ പടിപ്പുര കഴിഞ്ഞാൽ ഗോപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കൊട്ടിലിൻ്റെ അപ്പുറത്ത് ദീപസ്തംഭമുണ്ട്. ആ തെളിഞ്ഞ് കത്തുന്ന ആ ദീപസ്തംഭത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുഴുവനായിട്ട് വിളക്കുകളെ നെയ്ത്തിരി കത്തിച്ച് തെളിഞ്ഞ് കത്തുന്ന ആ ദീപസ്തംഭം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സൊളൈസാണ് ആ ക്ഷേത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. അൻപിൻ്റെ ആലയങ്ങളാണ് അൻപനങ്ങൾ എന്ന് പറയാറുണ്ട്, ദയയുടെ ആലയങ്ങൾ. ഈ ക്ഷേത്രത്തിലേക്ക്, ഇതുപോലത്തെ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് കാം ഡൗൺ ആവും. എത്ര ആവലാദികളും പരിഭവങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലത്തെ ക്ഷേത്രത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങനെ ശാന്തമാവും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഈ അമ്പലത്തിന്, ഈ തിരുവങ്ങാട്ടമ്മൻ്റെ അമ്പലത്തിനുള്ളത്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഈ നാടിന്, ഈ ദേശത്തിന് തിരുവങ്ങാട് എന്ന പേരുണ്ടായത് എന്ന് ഒന്ന് അറിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ തിരുവങ്ങാട് എന്ന പേരുണ്ടാവാൻ കാര്യം ഇതൊരു വലിയ കാടായിരുന്നു അത്രേ മുമ്പ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ കഥകളൊക്കെ അറിയാം. അഗസ്ത്യമുനി പണ്ട് ശിഷ്യപരിവാരങ്ങളോടൊക്കെ ഒത്ത് കുളിക്കാനായിട്ട് കാവേരി തടത്തിലേക്ക് പോകുന്ന സമയത്ത് നീലൻ എന്നും ശ്വേതൻ എന്നും പേരുള്ള 2 കാട്ടാളന്മാർ, അസുരന്മാർ, വേടന്മാർ ഇവർ ഒന്ന് കളിയാക്കാനും തടഞ്ഞു വയ്ക്കാനും ഒക്കെ തുടങ്ങി. നമ്മളങ്ങനെയാണല്ലോ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചുമ്മാ പാവങ്ങളൊക്കെ ഇതിലൂടെ നടന്നു പോകുമ്പോൾ അവരൊന്ന് കളിയാക്കാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ നമ്മളും ചിലപ്പോൾ ഉത്സാഹം കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ആസുരഭാവമാണ്. മനസ്സിലിങ്ങനെ ഒരു ആസുരഭാവം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈ പാവങ്ങളെയൊക്കെ കമൻ്റ് അടിക്കാനും കളിയാക്കാനും ഒന്ന് ശല്യപ്പെടുത്താനൊക്കെ തോന്നുക. അപ്പോൾ അഗസ്ത്യമുനിക്ക് കോപം വന്നു. പുള്ളി ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഈ കോപം വന്നപ്പോൾ ഇവർ 2 പേരും അധപ്പതിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പോഴാണ് ഇവർക്ക് 2 പേർക്കും മനസ്സിലായത് ഈ അഗസ്ത്യമുനി ചില്ലറക്കാരനല്ല, ഇദ്ദേഹം വലിയ മഹാമുനിയാണ്, ഋഷിയാണ്. അപ്പോൾ അബദ്ധം മനസ്സിലായതോടുകൂടി നമ്മളെല്ലാവരെയും പോലെ തന്നെ കാൽക്കലി വീണ് ക്ഷമ ചോദിച്ചു, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം മഹാമുനി, ഞങ്ങൾക്ക് ശാപമോക്ഷം തരണം. അപ്പം എന്ത് ധർമ്മം അനുസരിച്ചിട്ട്, നമ്മുടെ പുരാണങ്ങളനുസരിച്ചിട്ട് ആരെങ്കിലൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ ശാപമോക്ഷത്തിനുള്ള വഴി കൂടെ അവർ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ശാപമോക്ഷം കൊടുക്കാമല്ലോ, അതിനകത്ത് തെറ്റില്ല. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു,
ഒരാൾ പോയിട്ട് തളിയിലപ്പനെ ഭജിക്കണം, മറ്റേ ആൾ പോയിട്ട് തിരുവങ്ങാട്ട്, ഒരു വലിയ കാടാണ്, ആ വലിയ കാട്ടിലെ ശിവഭജനം ചെയ്യണം. അപ്പോൾ രണ്ടുപേരോടും പോയിട്ടുള്ളത് ശിവനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ട് ശിവനെ ഭജിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ കാടായ ഈ പ്രദേശത്താണ് ശ്വേതൻ ഭജിക്കാനെത്തിയത്. നീലൻ തളിയിലപ്പനെ ഭജിക്കാൻ വേണ്ടിയിട്ടും പോയി. ശാപത്തിൽ നിന്ന് മോക്ഷം നേടാനായിട്ട് ശ്വേതനും നീലനും തപസ് ആരംഭിച്ചിരിക്കുന്നു. തപസിൻ്റെ അവസാനം ദേവൻ പരമശിവൻ പ്രത്യക്ഷനായിട്ട് അനന്തതാണ്ഡവമാടിയ കാടാണ് ഈ തിരുവൻകാട്. കാലക്രമേണ തിരുവങ്ങാടായതും എന്നാണ് പറയാറ്. ഇപ്പം നമ്മുടെ പുരാണങ്ങളിൽ തിരുവങ്ങാട് ശ്വേതാരണ്യപുരം എന്നാണ് അറിയപ്പെടുന്നത്. തപസ് കൊണ്ട് ശാപമോക്ഷം ലഭിച്ച് ശ്വേതർഷിയും നീലർഷിയുമായിട്ട് മാറി ഈ ശ്വേതനും നീലനും എന്ന് പറഞ്ഞ കാട്ടാളന്മാർ. ശ്വേതൻ തപസ് ചെയ്ത ഇടം ആയതുകൊണ്ട് ശ്വേതാരണ്യപുരം, ശ്വേതം എന്ന് പറഞ്ഞ വെളുപ്പ്, അപ്പോൾ വെളുത്തതായതുകൊണ്ട് തിരുവെൺകാട്, വെണ്മയുള്ള കാട് എന്നർത്ഥത്തിൽ തിരുവൻകാടും പിന്നീട് അത് ലോപിച്ച് തിരുവങ്ങാടുമായിട്ട് മാറിയിരുന്നാണ് തിരുവങ്ങാട് എന്നതിനെ പറ്റിയുള്ള മിത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നീലന്റെയും ശ്വേതന്റെയും തപസ്സിനെ പറ്റിയിട്ടാണ്, ശാപമോക്ഷത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമാണ് ഈ അവിടെയുള്ളത്. അവിടുത്തെ ഒരു കോമ്പൗണ്ട് നമ്മുടെ വടക്കേടം ശിവക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് ഈ സ്വയംഭൂവായിട്ടുള്ള ശിവൻ ഉഗ്രരൂപിയായതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വടക്കേടം ശിവക്ഷേത്രത്തിലെ ഉഗ്രരൂപിയായ ശിവനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് കിഴക്കേടം എന്നൊരു ശിവക്ഷേത്രം കൂടെയുണ്ട്. ഒരു വേർഷൻ പറയുന്നത് ശ്വേതൻ തപസ് ചെയ്ത ഇടമാണ് വടക്കേടം ശിവക്ഷേത്രം എന്നും, അതേസമയം വേറൊരു വേർഷനിൽ പറയുന്നത് ശ്വേതൻ വിഷ്ണു ഭക്തനായിരുന്നു എന്നും ഭജിച്ചിരുന്നത് വിഷ്ണുവിനെ ആയിരുന്നു എന്നും നീലൻ ഭജിച്ചിരുന്നത് ശിവനെയാണെന്നും നീലൻ ഭജിച്ച ഇടമാണ് നമ്മുടെ വടക്കേടം ശിവക്ഷേത്രം എന്നും പറയുന്നുണ്ട് ഒരു വേർഷനിൽ. അതേസമയം വിഷ്ണുഭക്തനായിട്ടുള്ള ശ്വേതനാണ് നമ്മുടെ തിരുവങ്ങാട് ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചതെന്നും ഒരു വേർഷൻ. അതേസമയം കേരള മഹാത്മ്യം എന്ന് പറയുന്നത് ശിവൻ സ്വയംഭൂവായിട്ടുള്ള ശിവനാണ് വടക്കേടമെന്നും ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ പരശുരാമനുമാണെന്നും പറയുന്നുണ്ട്. ഇപ്പം രണ്ട് ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം അമ്പലത്തിൻ്റെ മുന്നിലെത്തി. നമ്മൾ മുന്നിൽ നോക്കുമ്പോഴേ ദീപസ്തംഭം കാണുന്നുണ്ട്. കത്തിച്ച് വലിക്കുന്ന ഒരുപാട് തിരികളിൽ പ്രകാശം ചൊരിയുന്ന ദീപസ്തംഭം കാണുന്നുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പിൽ ശ്രീരാമ പട്ടാഭിഷേകം കൊത്തിയ ഗോപുരം കാണുന്നുണ്ട്. സീത, ലക്ഷ്മണ, ഹനുമാൻ സമേതനായിട്ടുള്ള ശ്രീരാമൻ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉഗ്രരൂപിയായിട്ടുള്ള ശ്രീരാമനാണ്. സാധാരണ നമ്മൾ സീരിയലിലൊക്കെ, രാമായണ സീരിയലിലൊക്കെ ശാന്തനായിട്ടുള്ള എപ്പോഴും പുഞ്ചിരിക്കുന്ന നമ്മുടെ ശ്രീരാമനെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇവിടെയുള്ളത് ഉഗ്രഭാവത്തിലുള്ള ശ്രീരാമനാണ്. എന്താണ് കാരണം? ഖരവധാനന്തരം ഉഗ്രരൂപിയായിരിക്കുന്ന ശ്രീരാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീരാമൻ പൂർണ്ണ രൂപത്തിലാണ് എന്നാണ് പറയുക. ആരാണ് ഈ ഖരൻ? എങ്ങനെയാണ് ശ്രീരാമന് ഖരനുമായിട്ട് ശത്രുത ഉണ്ടാകുന്നത്? എന്ത് കാരണത്തിലാണ് ഖരൻ വധിക്കപ്പെടുന്നത്? അപ്പോൾ നമ്മൾ പോകേണ്ടത് നമ്മുടെ ശ്രീരാമൻ്റെ വനവാസ കാലത്തേക്കാണ്. ഇപ്പോൾ ശ്രീരാമൻ വനവാസ കാലത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരാൾ ശ്രീരാമനെ മോഹിച്ചും കൊണ്ട് വന്നിരുന്നു, നമ്മുടെ ശൂർപ്പണഖ. അപ്പോൾ ശൂർപ്പണ ശ്രീരാമനെ മോഹിച്ചു കൊണ്ട് വന്നു, പ്രണയാഭ്യർത്ഥന നടത്തി. രാമൻ അത് തിരസ്കരിച്ചു. ലക്ഷ്മണനുണ്ട് ഫ്രീ ആയിട്ട്, വേണമെങ്കിൽ ലക്ഷ്മണനെ കൊണ്ടുവന്ന് അഭ്യർത്ഥിച്ചു നോക്കൂ, അദ്ദേഹത്തിന് സമ്മതമാണ് എങ്കിൽ കൂടാവുന്നതാണ് എന്ന് പറഞ്ഞ് ശൂർപ്പണഖയെ കളിയാക്കി. അപ്പോൾ ശൂർപ്പണഖ ലക്ഷ്മണനും ചോദിച്ചു. പക്ഷെ ലക്ഷ്മണനും ശൂർപ്പണഖയെ മൈൻഡ് ചെയ്തില്ല. ശൂർപ്പണഖ ദേഷ്യം വന്നു. സുന്ദരിയായിട്ടുള്ള സീത കൂടെയുള്ളത് കൊണ്ടാണ് ഈ രണ്ട് കുമാരന്മാരും എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് തോന്നിയത് കൊണ്ട് സീതയെ ഭക്ഷിക്കാനായിട്ട് മുന്നോട്ട് ആഞ്ഞപ്പോഴാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്, ഇനി വിടണ്ട, ശൂർപ്പണയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവരുടെ ദുഷ്ടപ്രവൃത്തി കൊണ്ടൊക്കെ കൂടെ ശ്രീരാമൻ്റെ ആജ്ഞയാൽ ലക്ഷ്മണൻ ശൂർപ്പണഖയെ ഡിസ്ഫിഗർ ചെയ്ത് വിടുന്നത്. ശൂർപ്പണഖ നേരെ കരഞ്ഞുകൊണ്ട് രാവണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരു കാട്ടിൽ രണ്ട് തേജസ്വികളായിട്ടുള്ള യുവാക്കളെ കണ്ടിരുന്നു, എനിക്ക് പ്രേമം തോന്നി, ഞാൻ അവരോട് പ്രേമാഭ്യർത്ഥന നടത്തി, അതിന് അവർ നിരസ്കരിച്ചപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഞാൻ ആക്രമിക്കാൻ ചെന്നു, ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനാണ് അവരെൻ്റെ മൂക്ക് ചെത്തി വിട്ടതെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞു. ഇപ്പം സ്വന്തം സഹോദരിയാണ്, സഹോദരിയുടെ മൂക്കിൽ നിന്നാണ് ചോരയൊലിപ്പിച്ചുകൊണ്ട് വരുന്നത്, ഡിസ്ഫിഗേർഡ് ആയിട്ടുണ്ട്. അപ്പം ആരാണിത് ചെയ്തത് എന്നൊക്കെ കോപം വെച്ചാൽ രാവണന്റെ പെങ്ങളോട്, രാവണന്റെ ഉടപ്പിറന്നോട് ഇത്രയും കാണിക്കാൻ ധൈര്യമുള്ള ആരാണ്? പോയിട്ട് അവരുടെ കാര്യം ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കുറേ അസുരന്മാരെ അങ്ങോട്ട് വിട്ടു. ഇപ്പോൾ കുറേ അസുരന്മാരൊക്കെ ഓടിച്ചെല്ലുന്നത് ശ്രീരാമൻ്റെ മുന്നിലേക്കാണ്. ശ്രീരാമൻ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടു കൂടെ അസുരന്മാരെയൊക്കെ കണ്ടം വഴി ഓടിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അയക്കുന്ന അസുരന്മാരെയൊക്കെ ശ്രീരാമനും ലക്ഷ്മണനും ചേർന്ന് കൊന്ന് തള്ളുകയാണ് എന്നുള്ള വിവരം ശൂർപ്പണഖ കലശലായിട്ടുള്ള ദേഷ്യത്തോടെയും സങ്കടത്തോടു കൂടി അതിൻ്റെ ഹാഫ് ബ്രദറായിട്ടുള്ള
ഖരനെ അറിയിക്കുന്നു. അപ്പം ഖരനും ആ കൂടെ കോപം കൊണ്ടു. കാരണം ഇത്രയും പെങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരാങ്ങളെ ആയാലും ശരി അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം ചെയ്യും. അപ്പോൾ ഖരൻ ചെയ്തത് ത്രിശിരസ് ഭൂഷൺ എന്ന് പറയുന്ന 2 അസുരന്മാരെ ശ്രീരാമൻ്റെ അടുത്തേക്ക് കൂടെ 14,000 അസുരപ്പടയും കൂടെ അയച്ചുത്രേ. അപ്പോൾ ശ്രീരാമൻ അപ്പോൾ ഈ അസുരന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര കാഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ വടിവാളും കത്തിയും കുതയും ഗന്ധവും കുന്തവും ഒക്കെ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ബഹളം കേട്ടിട്ട് സീതാദേവിയെ ഒരു ഗുഹയിൽ പാർപ്പിച്ചിട്ട് അടച്ചിട്ട് അതിൻ്റെ മുന്നിൽ ലക്ഷ്മണനെ കാവലെ നിർത്തിയിട്ട് ഈ അസുരന്മാരെ നേരിടാനായിട്ട് ഇങ്ങോട്ട് പോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയണ്ടല്ലോ. എല്ലാ അസുരന്മാരെയും വധിച്ച് കളഞ്ഞു. പിന്നെ അവസാനം ഖരൻ കൂടെ പൂരിനെ വിളിച്ചുകൊണ്ട് ഖരൻ കൂടെ വരികയാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടെ പിറന്നവളുടെയൊക്കെ സന്താപം മാറ്റാൻ സങ്കടം മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ. ശ്രീരാമനെ ആക്രമിച്ച് തോൽപ്പിക്കുക. ചെന്നത് ഖരനാണ്. ഖരനെയും അതിക്രോധത്തോലെ ഖരനെ അങ്ങോട്ട് വധിച്ച് കളഞ്ഞിട്ട് ആ ക്രോധഭാവത്തിൽ നിൽക്കുന്ന ശ്രീരാമനെയാണ് നമ്മുടെ തിരുവങ്ങാട്ട് പെരുമാളായിട്ട് നമ്മൾ അവിടെ പ്രതിഷ്ഠയിൽ ആരാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് തന്നെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ, അതായത് ശ്രീരാമൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് ഇവിടെ കാണുക. ചക്രഗത പത്മധാരിയായിട്ടുള്ള പൂർണ്ണ രൂപത്തിലുള്ള എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. കൃഷ്ണശിലാ വിഗ്രഹമാണ് അത്. ശ്രീരാമചന്ദ്രനെ നമ്മൾ തിരുവങ്ങാട്ട് പെരുമാൾ എന്നും തിരുവങ്ങാട്ടപ്പൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ അമ്പലത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ചെമ്പൻ അമ്പലം എന്ന് പറയാറുണ്ട് അത്രേ. അതിന് പ്രത്യേകിച്ച് എന്താണ് കാരണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഉള്ളിലെ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഈ ചെമ്പ് കൊണ്ടുള്ള ചുവന്ന നിറത്തിലുള്ള മേൽക്കൂരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ബ്രാസ് പഗോഡ എന്ന് ബ്രിട്ടീഷുകാർ, ചെമ്പിൻ്റെ പഗോഡ ഉള്ളതാണെന്ന് ബ്രാസ് പഗോഡ എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ചില പരാമർശങ്ങൾ പഴയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടത്രേ. അപ്പോൾ ഈ കരവധം കഥകളി ഈ ഉത്സവങ്ങൾക്കൊക്കെ സമയത്ത് കഥകളി കളിക്കുമെങ്കിലും കരവധം കഥകളി നമ്മുടെ തിരുവങ്ങാട്ട് അമ്പലത്തിൽ കളിക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം കഥകളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാമനെ പോരിനെ വിളിച്ച ഖരനെ പിന്നെ കണ്ടിട്ടേ ഇല്ല അത്രേ. അപ്പോൾ രാമൻ ഈ കരപഥത്തിലുള്ള ഉഗ്രരൂപിയായിട്ടുള്ള ശ്രീരാമനാണ് അവിടെ പ്രതിഷ്ഠ. അപ്പോൾ കഥകളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഖരൻ ശ്രീരാമനെ പോരിനെ വിളിക്കുന്ന സന്ദർഭം വന്നു. പക്ഷേ പിന്നീട് ആ കഥകളിക്കാരനെ പിന്നീട് കണ്ടിട്ടേ ഇല്ല അത്രേ. അപ്പോൾ അത് കാരണമാണ് ഇപ്പോഴും നമ്മുടെ തിരുവങ്ങാട്ട് ക്ഷേത്രത്തിൽ കരവധം കളിക്കാത്തത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് കയറി തൊഴു കൈകളുമായിട്ട് ശ്രീകോവിലിനകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജപിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ശ്രീകോവിലിൽ വിളക്കുകളുടെ നിറഞ്ഞു കത്തുന്ന വിളക്കുകളുടെ ഇടയിലുള്ള ശ്രീരാമനെ വന്ദിക്കാം. നമ്മുടെ സന്താപങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കാം. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഒരുപാട് മറ്റ് ദേവതകൾ ഉപദേവതകളുണ്ട്. ശ്രീരാമദാസനായിട്ടുള്ള ഹനുമാനുണ്ട് ഇടതുഭാഗത്തായിട്ട്. ദക്ഷിണാമൂർത്തി ശിവൻ്റെ വേറൊരു രൂപഭേദമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയുണ്ട്. ഗണപതി പ്രതിഷ്ഠയുണ്ട്. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുണ്ട്. വെള്ളിയിൽ തീർത്ത സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇതൊക്കെയുണ്ട്. പിന്നെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവതിയുടെ പോർക്കലി രൂപത്തിലുള്ള ഭഗവതിയുടെ ഒരു മരത്തിൻ്റെ കൂട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവതിയെ ചങ്ങലയിൽ ബന്ധിച്ച ഒരു പ്രതിഷ്ഠാ സങ്കല്പം ഇവിടെയുള്ളത്? അപ്പോൾ ആ കഥ ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട്. ആ ഭഗവതിയുടേതായിട്ട് 1-2 കഥകളുണ്ട്. കാരണം ഈ ഭഗവതിക്ക് പോർക്കലി ഭഗവതിക്ക് നേദിക്കുന്നത് വേവിക്കാത്ത അരിയാണ്. അതിൻ്റെ പിന്നിലും നല്ല രസമുള്ള ഒരു മനോഹരമായിട്ടുള്ള കഥയുണ്ട്. പോർക്കലി എന്ന് പറയുന്നത് തന്നെ ഭഗവതിയുടെ യുദ്ധദേവതയാണ്. ഒരു പോർ എന്ന് പറഞ്ഞാൽ യുദ്ധം, കലി പൂണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കലി പൂണ്ടിരിക്കുന്ന മഹാദേഷ്യക്കാരിയായിട്ടുള്ള ദേവിയാണ്. അപ്പോൾ ദേവി ഇങ്ങനെ ഉഗ്രരൂപിയായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അവരുടെ വരവ് പോക്കുകളിൽ ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കലി പൂണ്ടിരിക്കുന്ന ആളാണ് ദേവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അത് കാരണം തന്നെ മായാമന്ത്രങ്ങളാൽ ദേവിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് ചങ്ങലയിൽ ബന്ധിച്ച രൂപത്തിലാണ് അവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. ഒരിക്കൽ ക്ഷേത്രത്തിൽ പണി കൊട്ടുന്ന മാരാരും ചന്തിക്കാരൻ നമ്പൂതിരിയും തമ്മിൽ ചെറിയ ഒരു ചുമ്മാ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ സംസാരിക്കുന്ന രൂപത്തിൽ മാരാര് പറഞ്ഞു അത്രേ, ഞാൻ ദേവിയെ പാണി കൊട്ടിയിട്ട് ദേവിയെ ഇവിടത്തേക്ക് വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു, അങ്ങനെ വരുത്തുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ദേവിക്ക് നിവേദ്യം അർപ്പിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു മത്സരം എന്ന നിലയിലായി. അപ്പം ഭക്തനായിട്ടുള്ള മാരാര് പാണി കൊട്ടി ദേവിയുടെ സാന്നിധ്യം അപ്പോൾ തന്നെ അവിടെ അറിയുകയും ചെയ്തു. അപ്പം ശാന്തിക്കാരൻ നമ്പൂതിരി വാക്ക് പറഞ്ഞതാണ്, ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിവേദ്യം അർപ്പിക്കും എന്നുള്ളത്. പക്ഷേ പുള്ളി നിവേദ്യം അർപ്പിക്കാനുള്ള അരി കഴുകിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അരി വെന്ത് ചോറ് ആയിട്ടില്ല.
അപ്പോൾ പക്ഷേ അപ്പോൾ വാക്ക് പറഞ്ഞതാണല്ലോ, ദേവിയെ പ്രത്യക്ഷമാക്കി അപ്പം തന്നെ നിവേദ്യം അർപ്പിക്കുന്നു പറഞ്ഞു പോയതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ദേവിയുടെ അപ്രീതിക്ക് അത് തന്നെ പൊറക്കലിയാണ് ദേവിയുടെ അപ്രീതിക്ക് കോപത്തിന് പാത്രമാകാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം തന്നെ കഴുകി വെച്ച അരി അതേപോലെ തന്നെ ദേവിക്ക് നിവേദിച്ചു. അത് ഇന്നും തുടർന്ന് പോരുന്നു. അരിത്രാവിൽ എന്നെങ്ങാണ്ടാണ് അതിന് പറയുക എന്നും കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വലത്ത് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ രാമനാമം ജപിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തെ വലത്ത് വയ്ക്കാം. വലത്ത് വെച്ച് 3 തവണ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. ഒരുപാട് ശില്പകലകളും ചിത്രകലകളും ഒക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിനകത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ ശ്രീരാമദേവനെ സ്മരിക്കുന്നതും നാമമൊക്കെ ജപിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഭംഗി അത്ര കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മുടെ എല്ലാവരും ആ ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടേ അവിടുന്ന് പോകുന്നുള്ളൂ. ക്ഷേത്രത്തിൻ്റെ തൂണുകളിലൊക്കെ കിരാതാർജുനീയം കുത്തിവെച്ചിട്ടുണ്ട്. നമസ്കാര മണ്ഡപത്തിലെ രാമായണം കഥ മുഴുവനായിട്ടും കുത്തിവെച്ചിട്ടുണ്ട് അത്രേ. തൂണിലെ അസുരന്മാരുണ്ട്, ഉത്തരത്തിൽ പാലാഴി മഥനമുണ്ട്, ദേവഗണകളുണ്ട്, ആനത്തലകളും നവഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കാൻ മറന്നുപോയവരുണ്ട് എങ്കിൽ ഇതൊക്കെ ഒന്ന് അടുത്ത തവണ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ശില്പഭംഗി ഒന്ന് ആസ്വദിക്കണം. എത്ര കാലം എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ കുത്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. ഇത് ഭംഗിയിട്ടും സൂക്ഷ്മതയോടെയുമാണ് അവർ അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. മാത്രമല്ല ഈ ചുവർചിത്രങ്ങളുടെ ഒരു വർണ്ണങ്ങളുടെ ഒരു കുടമാറ്റം തന്നെയുണ്ട് ക്ഷേത്ര ചുവരുകളിൽ. ഒരു ചിത്രം കദളീവനത്തിലെ ഹനുമാൻ, മറ്റത് ആനന്ദശയനം. ഇതാണ് വലിയ ചിത്രങ്ങൾ. പിന്നെയുള്ള 1-2 ചിത്രങ്ങൾ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇനി ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു, ശില്പങ്ങൾ കണ്ടു, ചിത്രങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് മിഴിച്ച് നിൽക്കുകയാണ്. കാരണം അതിനൊക്കെ പറ്റിയിട്ടൊന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുക എത്രത്തോളം ക്രാഫ്റ്റ്മാൻഷിപ്പാണ് അതിനകത്തുള്ളത്, എത്ര ഭംഗിയായിട്ടാണ് ഓരോന്നും കൊത്തി വച്ചിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ചിത്രം, കാലാതീതമായിട്ട് നിൽക്കുന്ന ഈ ചിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടത് നമ്മുടെ നൈവേദ്യങ്ങൾ, നമ്മളെ കഴിപ്പിച്ച നൈവേദ്യങ്ങളൊക്കെ വാങ്ങാന്നുള്ളതാണ്. ഈ അവിൽ നിവേദ്യം ശരിക്കും പറഞ്ഞാൽ തിരുവങ്ങാട്ട് പെരുമാളിനല്ല, പെരുമാളിൻ്റെ വിശ്വസ്തദാസനായിട്ടുള്ള ഹനുമാൻ്റെതാണ്. ഹനുമാൻ സ്വാമിക്കാണ് അവൽ നിവേദ്യം. ശ്രീരാമസ്വാമിക്ക് വലിയ വട്ടളം പായസമാണ്. അപ്പോൾ പായസത്തിൻ്റെ മധുരവും അവിലിൻ്റെ രുചിയും ഒക്കെ നമുക്ക് ഇങ്ങനെ അറിഞ്ഞ് കഴിച്ചിട്ട് പതിയെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ചുറ്റമ്പലം മതിൽ പണി കഴിപ്പിച്ച് കൊടുത്തത് ഒരു ബ്രിട്ടീഷുകാരനാണ് അത്രേ. അതിൻ്റെ പുറകിലും നല്ല രസമുള്ള ഒരു കഥയുണ്ട്. മലബാറിൻ്റെ സബ് കളക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ബാബർ എന്നാണ്. തോമസ്, ഒരു വല്ലാത്ത വായിക്കൊള്ളാത്തൊരു പേരാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കട്ടെ. തോമസ് ഹാർവേ ബാബർ എസ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് കളക്ടർ ഉണ്ടായിരുന്നു മലബാറിന്. അദ്ദേഹം ഈ പഴശ്ശിരാജാവൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ നമ്മുടെ തിരുവങ്ങാട് ക്ഷേത്രത്തിന് അടുത്തുകൂടെ പോവായിരുന്നു അത്രേ കുതിരപ്പുറത്ത്. അപ്പോൾ ക്ഷേത്രത്തിനടുത്തെത്തിയപ്പം ഒരു ഭക്തൻ ഒരു വലിയ കഥലിക്ക് വഴിയുമായിട്ട് ഈ അമ്പലത്തിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടു അത്രേ. അപ്പോൾ സായിപ്പിനൊരു തമാശ തോന്നി. സായിപ്പ് ചോദിച്ചു, നിങ്ങളുടെ ബിംബം ഈ പഴം കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭക്തൻ ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു, കഴിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം എന്നുള്ള രീതിയിലായി സായിപ്പിനൊരു കൗതുകം. സായിപ്പ് എന്ത് ചെയ്തു, ഈ കദളി വാഴക്കൊല ഒന്ന് തൂക്കി നോക്കിയിട്ട് കൊടുത്തു വിട്ടു. നേതിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തപ്പോൾ പിന്നെയും തൂക്കി നോക്കി. സായിപ്പ് അന്തം വിട്ടുപോയി ഇത്രേ. കാരണം പഴത്തിലൊരൊറ്റ എണ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല, പക്ഷെ തൂക്കം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി സായിപ്പ് ഫ്ലാറ്റ്. പിന്നെ സായിപ്പ് ഈ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു നിത്യസന്ദർശകനും അവിടുത്തെ ഭക്തനുമായിട്ട് തീർന്നു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ തോമസ് ടി.എച്ച്. ബാബർ എസ്ക്വയർ എന്ന് പറയുന്ന അദ്ദേഹം അമ്പലത്തിനായിട്ട് ചുറ്റുമതിൽ മതിൽ പണി കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ മതിലിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്നും ഒരു ലേഖനമുണ്ട് അത്ര. എന്താ ലേഖനം എഴുതിയിരിക്കുന്നത് അറിയോ? ദ വാൾ അറൗണ്ട് ദിസ് pagoda was constructed under the supervision of Thomas Harvey Babber, that is T.H. Babber Esquire in 1815. ഈ ക്ഷേത്രത്തിന് ഇനിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കിനി പോവേണ്ടത് ശിവക്ഷേത്രങ്ങളിലേക്കാണ്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്കറിയാലോ 3 ക്ഷേത്രമുണ്ട്, വടക്കേടം, കിഴക്കേടം, പിന്നെ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മൾ എന്തായാലും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുതലിന് പുറത്തേക്ക് ഇറങ്ങി കിഴക്കേടത്തിലേക്കും വടക്കേടത്തിലേക്കും പോവാണ്. എത്ര ഗണപതിമാരെ നമ്മളിപ്പോഴും കണ്ടു? ക്ഷേത്രത്തിൽ ആകെ എത്ര ഗണപതി പ്രതിഷ്ഠയുണ്ട്? ഇപ്പോഴും നമ്മൾ കണ്ടതാണ് എത്ര എണ്ണം ഉണ്ട്? നമ്മൾ ആദ്യം കണ്ട ചിറകേറി വരുമ്പോൾ അതാണ് മൂലസ്ഥാനം അത്രേ. ആ മൂലസ്ഥാനത്തുള്ള ഗണപതി. പിന്നെയുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് അരികിലായിട്ടുള്ളത്, പിന്നെ ഉള്ളിലെ ശ്രീകോവിലിനടുത്തുള്ള 3 ഗണപതി. പിന്നെ മാത്രമല്ല വടക്കേടത്തും കിഴക്കേടത്തും 2 ഉപദേവതമാരായിട്ട് 2 ഗണപതി കൂടെയുണ്ട്. അപ്പം ഈ മൊത്തം കോമ്പൗണ്ടിൽ 5 ഗണപതികളാണ് ഉള്ളതെന്ന് പറയാം. എന്തൊക്കെ സംഭവങ്ങളാണ് ഈ നമ്മുടെ തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ ആ വിശാലമായിട്ടുള്ള ക്ഷേത്ര സന്നിധിയിൽ നടന്നിരിക്കുന്നത് നോക്കൂ. മൈസൂർ രാജാക്കന്മാരുടെ ടിപ്പു സുൽത്താൻ്റെയും ഈ ഹൈദരാലിയുടെ ഒക്കെ പടയോട്ടങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രം.
പീരങ്കികൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് തലശ്ശേരി കോട്ടയുടെ ഔട്ട് പോസ്റ്റ് ആയിരുന്നു എന്നുള്ള ക്ഷേത്ര സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പടയോട്ടക്കാലത്ത് അഭയം പ്രാപിക്കാൻ ടിപ്പു സുൽത്താൻ്റെയും മൈസൂർ പടയുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈ ചിറക്കൽ രാജവംശവും ചിറക്കൽ രാജകുടുംബങ്ങളൊക്കെ അഭയം പ്രാപിച്ചിരുന്നത് ക്ഷേത്രത്തിലായിരുന്നു അത്രേ. ഈ ലോക്കൽ ആയിട്ടുണ്ടായിരുന്ന നാടുവാഴികളുടെ ഒക്കെ ആയിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾക്കും ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്നതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് തിരുവങ്ങാട് പെരുമാളിൻ്റെ സന്നിധി. ഈ സന്നിധിയിൽ വെച്ചാണ് പലപ്പോഴായിട്ടുള്ള പല ഡിസ്കഷൻസും ഈ കോട്ടയം രാജാവ്, ചിറക്കൽ രാജാക്കന്മാർ, അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരുമായിട്ടും നാടുവാഴികളുമായിട്ടൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ ഈ പല ഡിസ്കഷൻസൊക്കെ നടത്തിയിരുന്നത് അത്രേ. ഈ 2 ചടങ്ങുകളാണ് മെയിനായിട്ട് നമ്മുടെ തിരുവങ്ങാട് ക്ഷേത്രത്തിൽ നടക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. ഒന്ന് തിരുവോണം ദിനത്തിലെ തിരുവോണ പട്ടത്താനം. തിരുവോണ ദിവസമാണ് കരവധാനന്തരമുള്ള ഗർഭരൂപിയായിട്ടുള്ള ശ്രീരാമനെ പ്രതിഷ്ഠിച്ചതെന്ന ഐതിഹ്യം. അതുകൊണ്ടാണ് അത്രേ ഈ തിരുവോണ പട്ടത്താനം നടക്കുന്നത്. പിന്നെ മാത്രം രണ്ടാമത്തെ മേടവിഷുവിന് നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും പങ്കാളിയായിട്ടുള്ള തിരുവങ്ങാട് ക്ഷേത്രത്തിലെ മഹോത്സവം. ഇനിയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പറയാനുള്ള വിശേഷങ്ങളൊക്കെ കുറേയധികം പറഞ്ഞു എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, ഇതിലേതെങ്കിലും പറഞ്ഞതിൽ അബദ്ധമോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ മനുഷ്യ സഹജമാണെന്ന് കരുതിയിട്ട് പുറത്ത് തരണം എന്നും കൂടെ അപേക്ഷിക്കുന്നു. അവിൽ നിവേദ്യത്തിൻ്റെ മധുരം, പായസത്തിൻ്റെ രുചിയൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ പകർന്നു തരാൻ കഴിഞ്ഞു എങ്കിൽ, തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിൻ്റെ ആ ഒരു മഹത്വം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ എൻ്റെ ശ്രമം സാർത്ഥകമായി. താങ്ക് യു സോ മച്ച്.